അതെന്തെങ്കിലും മോശം ഹ്യൂമർ ഉണ്ടെങ്കിൽ അത് അവൻ എഴുതിയതാ. അത് കുറച്ചും കൂടി ഇന്റലിജന്റ് ഹ്യൂമറൊക്കെ ഞാൻ എഴുതിയതാ. ആ സീനിന്റെ വേണ്ട എല്ലാ ഷോട്ട് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു തീർന്നു വന്നു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷോട്ട് എടുത്തില്ലല്ലോ, ആ ഒരു ക്ലോസപ്പ് അത് ഞാൻ എടുത്തു. ഓഡിയൻസ് ആ ഹ്യൂമർ അത് കിട്ടുമോ, എല്ലാവരും പറയും എന്ത് പടമാണ് ഇതെന്ന് പറയുമോന്ന് അറിയില്ല. കുറച്ച് ഇന്റലിജന്റ് ക്യാരക്ടർ ഉണ്ട്, അത് ഞാൻ എഴുതി. ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ എഴുതി. ഇവൻ ചിരിക്കുന്ന ഒരു കോമഡിക്ക് ഞാൻ ചിരിക്കാറില്ല. ആൻഡ് വൈസ് വർസ. It's just we have complete different sense of humor, ഒരു ഗിവ് ആൻഡ് ടേക്ക് കൂടിയാണല്ലോ അല്ലേ നിങ്ങൾ തമ്മിലുള്ള? മോസ്റ്റ്ലി ടേക്ക് ആണ്. അപ്പൊ എന്റെ അടുത്ത പടം ഞാൻ കാഞ്ഞങ്ങാട് ഷൂട്ട് ചെയ്യുന്നില്ല, വേറെ ഏതെങ്കിലും പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാം. എനിക്കറിയില്ല ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്. ദ ഫോർത്തിനൊപ്പം സംവിധായകൻ സെന്ന ഹെഗ്ഡെ, ഛായാഗ്രാഹകൻ ശ്രീരാജ് രവീന്ദ്രൻ. സ്വാഗതം. സെന്നയെ ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത് ഒരു ഫീച്ചർ ഫിലിമിൽ നിന്ന് തന്നെയാണ്, മറ്റേ തിങ്കളാഴ്ച നിശ്ചയം. സിനിമ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ തുടക്കം തൊട്ടേ ശ്രീരാജും സെന്നയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു, സ്ക്രീൻ പ്ലേയിൽ എഴുതാനുണ്ടായിരുന്നു. അപ്പം ഈ ഒരു തുടക്കം തൊട്ടേ ഉള്ള ഒരു സുഹൃത്താണ്, ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ തുടർച്ച കൂടിയാണ് വരാൻ പോകുന്ന 1744 വൈറ്റ് ആൾട്ടോ സിനിമ. അതുകൂടാണ്ട് തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളും ഇതിന്റെ ഒപ്പം നിങ്ങളുടെ ഒപ്പം ചേരുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് എന്താണ് സിനിമയെ കുറിച്ച്? തിങ്കളാഴ്ച നിശ്ചയം നമ്മളെ രണ്ടാമത്തെ പടമായിരുന്നു. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ഫസ്റ്റ് ഫിലിം ഓൾസോ. കഥയൊന്ന് ശുരുവായി എന്ന് പറഞ്ഞ കന്നഡ പടം ചെയ്തിരുന്നു. സോ ദാറ്റ്സ് വെൻ ശ്രീരാജ് came on board. And now we have finished 3 പടങ്ങൾ ചെയ്തിപ്പോൾ 4ാമത്തെ പടം കൂടി അടുത്ത മാസം തുടങ്ങുക, പദ്മിനി എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ബിൻ since 2017 അല്ലേ? So it's been, I've known him for 5-6 years now. So yeah, I mean we are used to each other now. He's like family now. He's from Thrissur, but most of the time he's in Kanyangar now. അവിടെയാണ് മോസ്റ്റ് നമ്മളെ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ആവട്ടെ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം കാഞ്ഞങ്ങാടിലാണ് നടക്കുന്നത്. സോ ഹീസ് മോസ്റ്റ്ലി ഇൻ കാഞ്ഞങ്ങാട്. സോ it's easier now. We understand each other better now, and it's quite fun. ശ്രീരാജിനെ ഒരു ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്ക് മാത്രം നമുക്ക് പരിചയപ്പെടുത്തിയ പോരാ എന്ന് തോന്നുന്നു. ഇല്ല. സോ തിങ്കളാഴ്ച നിശ്ചയത്തിലാണ് പുള്ളി he came on board as a co-writer, screenplay writer. So this is something that I've been telling him മുമ്പ് തൊട്ടേ ഞാൻ പറയായിരുന്നു. Because he's not just a cinematographer, he also has he is creative in terms of his thinking and ആലോചനയിലും അത് ആ കാര്യങ്ങളിലും. അപ്പോൾ ഞാൻ പറയാം എപ്പോഴും it will help us if you become part of the writing process. It doesn't matter how much the contribution is, and his contribution is huge, but even if it wasn't, നമ്മൾ പടം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എസ്പെഷ്യലി ബിക്കോസ് ഹീസ് ദ DOP, നമ്മൾ ആ ഡിസ്കഷൻ ചെയ്തുകൊണ്ട് ഓരോ സീൻ എഴുതിക്കൊണ്ട് വരുമ്പോൾ ഐ തിങ്ക് വി ക്യാൻ ലിറ്ററലി ആ ഒരു എങ്ങനെയാണ് പടം വരുന്നതെന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇഫ് ദർ ആർ എനി ഇഷ്യൂസ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് ഉള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ ദ ഹോൾ പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ബിക്കംസ് ഫാർ മോർ ഹാസൽ ഫ്രീ ആൻഡ് ഒരു സിമ്പിളായി മാറുന്നുണ്ട് ഇപ്പോൾ. ദാറ്റ്സ് വാട്ട് വി എക്സ്പീരിയൻസ് ഇൻ ദ ലാസ്റ്റ് 2 films. And when we go on the set, we don't have to talk anymore. Like we literally know, because പുള്ളിക്ക് കഥ അറിയാം, എങ്ങനെയാണ് നമ്മൾ ആ സീന് ചിന്തിച്ചതെന്ന് അറിയാം. So it becomes far more easier for us to execute. Shot. Like I've seen in 1-2 instances in 1744 White Alto. Like ഞാൻ ആ സീനിന്റെ വേണ്ട എല്ലാ ഷോട്ട് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു തീർന്നു വന്നു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷോട്ട് എടുത്തില്ലല്ലോ, ആ ഒരു ക്ലോസപ്പ് അത് ഞാൻ എടുത്തു. സോ അങ്ങനത്തെ 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. സോ it's huge help and huge asset, and also for him also, like I'm talking on his behalf. I don't know if I'm right or wrong, but I think as a creative it also helps him in terms of sets him up for what he wants to do in the future. So ഒരു ഗിവ് ആൻഡ് ടേക്ക് കൂടിയാണല്ലോ അല്ലേ നിങ്ങൾ തമ്മിലുള്ള? മോസ്റ്റ്ലി ടേക്ക് ആണ്. അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? അത് കൊളാബറേഷൻ ആണല്ലോ ഇത് എപ്പോഴും വർക്ക് ആവേണ്ടത്. അപ്പം ഇവിടെ അത് വളരെ ഈസിയാണ് അങ്ങനെ വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ നിലയ്ക്കാണ്. കാരണം ഞാനതല്ലാതെ 2 രീതിയിലും സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സിനിമാറ്റോഗ്രാഫർ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മളതിൻ്റെ ഒരു പെരിഫറിയിൽ മാത്രം അതിനെ ഫീൽ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതും, അതേസമയം ഈ സീൻ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയാം. ആ ക്യാരക്ടേഴ്സ് ചിന്തിക്കാൻ, കാരണം നമ്മുടെ മനസ്സിലൂടെ വരുന്ന ക്യാരക്ടേഴ്സാണല്ലോ. അത് മനസ്സിലാക്കി നമ്മൾ ഫ്രെയിം ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, എപ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പം റൈറ്റിങ്ങിൽ പാർട്ടായിട്ടുള്ള സിനിമകളിലായിരിക്കും പേഴ്സണലി എൻ്റെ സിനിമാറ്റോഗ്രാഫിയിലും എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് വർക്കുകളാവുന്നത്. സോ അത്
ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു ക്രിയേറ്റീവ് സ്പേസും കൂടി അവിടെ കിട്ടുന്നുണ്ടാവും അല്ലെ, ഈ ഒരു സംവിധായകനൊപ്പം ചേർന്ന് നിൽക്കും. അതെ അതെ അതെ. കാരണം അതിൽ നമുക്കിപ്പോ ഷൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്, അത് ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തെങ്കിലും വേറൊരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണോന്നുള്ളതൊക്കെ എനിക്കത് ചോദിക്കാനും ഈസിയാണ്. അതുപോലെ എനിക്കത് അങ്ങനെ ചിന്തിക്കാനൊരു സ്പേസ് ഉണ്ട്. കാരണം എനിക്കറിയാം ഇതെങ്ങനെയാണ് ഈ സീനിലേക്ക് വന്നത്. പക്ഷെ ഞാൻ റൈറ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ട് അല്ലാത്ത ഒരാളോട് ഞാൻ പോയിട്ട് ഒരു ഡയറക്ടറോട് ഈ സീനും ഇത് ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് വേറൊരു ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. കാരണം അവർ മനസ്സിൽ കണ്ട ഒരു കഥയും ഒരു ഇതാണല്ലോ. അപ്പം അത് എന്തുകൊണ്ടും അത് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ആസ് എ സിനിമാറ്റോഗ്രാഫർ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ളൊരു കൊളാബറേറ്റീവ് പ്രോസസ്സ്. തിങ്കളാഴ്ച നിശ്ചയത്തില് മൊത്തത്തിൽ അതിന്റെ ഒരു ക്യാമറ കുറച്ച് കൺജസ്റ്റഡ് സ്പേസിൽ നിന്നിട്ടായിരുന്നു. അപ്പം ഈ ഇൻഡോർ ഷോട്ട്സ് ആയിരുന്നു. അതൊരു വീടായിരുന്നു ഒരു ക്യാരക്ടറായിട്ടുണ്ടായിരുന്നത്. ഇപ്പം പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ അതിലൊരു പോലീസ് സ്റ്റേഷൻ കാണുന്നുണ്ട്, കുറച്ച് പുറത്തുള്ള സംഭവങ്ങളും കാണുന്നുണ്ട്. എന്തായിരുന്നു ഇത് രണ്ട് സിനിമയിലും വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്, മെയിൻ ആയിട്ട് ക്യാമറയുടെ ഭാഗത്തു നിന്നും തോന്നി? അത് മെയിൻ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞു തന്നെയാണ്, ലാൻഡ്സ്കേപ്പ് ആണ്. ഞാൻ നേരത്തെ പറയണ്ടേ, വീട് ആയിരുന്നു അതിൽ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലെ ടെറൈനും സിനിമയുടെ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്മൾ അതിന് പ്രൊമിനൻസ് കൊടുത്തിട്ടുള്ള തരത്തിലുള്ള വൈഡായിട്ട് ആ ലാൻഡ്സ്കേപ്പുകളെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പം ആ രീതിയിൽ അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. കാരണം ഈ കഥ പറയണമെങ്കിൽ ഇത് എവിടെ നടക്കുന്നു എന്നുള്ളതും കൂടെ കണ്ടു കഴിയുമ്പോഴാണ് ഇത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത വൈഡ് ലാൻഡ്സ്കേപ്പുകൾ, അപ്പോഴൊക്കെയാണ് ഈ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആൾക്കാർക്ക് അത് ഓക്കെ, അത് വിശ്വസനീയമാവാൻ തുടങ്ങുന്നത്. സോ ആ നിലയ്ക്ക് ഇതിൽ ടോട്ടലി രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്, തിങ്കളാഴ്ച ശേഷം ഈ സിനിമയും. അത് രണ്ടും കാഞ്ഞങ്ങാട് നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് കാഞ്ഞങ്ങാടിൽ ബേസ് ചെയ്ത പടമാണ്. ഐ മീൻ ആസ് ഇൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ കാഞ്ഞങ്ങാട് ആൻഡ് ഇറ്റ്സ് റൂട്ടഡ് ഇൻ കാഞ്ഞങ്ങാട്. അതാണ് തിങ്കളാഴ്ച നിശ്ചയം. 1744 White Alto shot in Kanjangad. It's like physically made in Kanjangad, but the story doesn't happen in Kanjangad. അത് കാഞ്ഞങ്ങാട് സ്റ്റോറി അല്ല, അത് കേരളത്തിൽ, അതൊരു ഫിക്ഷണൽ പ്ലേസ് ആണ്. ഈ പടം കേരളത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് മാത്രം. അല്ലാതെ അതിനൊരു ഒരു റൂട്ടഡ്നെസ് ഇല്ല. ലൈക്ക് ഇതിലിപ്പോ കാഞ്ഞങ്ങാട് തിങ്കളാഴ്ച നിശ്ചയത്തിൽ എല്ലാവരും ആ കാഞ്ഞങ്ങാട് സ്ലാങ് ആണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ലാംഗ്വേജിൽ ഒരു ബാരിയർ അല്ല, നിങ്ങളെ മലയാളത്തിൽ സംസാരിക്കാം. സോ ഷറഫുദ്ദീൻ സ്പീക്സ് ദ വേ ഹി സ്പീക്സ് നോർമലി, രാജേഷ് മാധവൻ സ്പീക്സ് ദ വേ ഹി സ്പീക്സ് നോർമലി ഇൻ ഹിസ് ലൈഫ്. വിൻസിയുടെ പൊന്നാനി മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്. നവാസ് മറ്റേ കോഴിക്കോട് മലയാളത്തിലാണ് സംസാരിക്കുക, മലപ്പുറം കോഴിക്കോട് മലയാളത്തിൽ സംസാരിക്കുക. സോ ആ രീതിയാണ്. സോ അതിൽ ആ റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആർക്ക് എങ്ങനെ വേണം അങ്ങനെ സംസാരിക്കാം. ബട്ട് ദ മൂവി ഹാപ്പൻസ് ഇൻ കേരള സംവെയർ. സോ തിങ്കളാഴ്ച നിശ്ചയം ആ ഒരു കാഞ്ഞങ്ങാടിൽ ബേസ്ഡ് ആയിരുന്നു. കാഞ്ഞങ്ങാടിന്റെ ആ ഒരു ലാംഗ്വേജ് സ്വഭാവം ആ പടത്തിനുണ്ടായിരുന്നു. ഇതൊരു മേക്ക് ബിലീഫ് വേൾഡ് ആണ്. അപ്പോൾ ഇതിലൊരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ എക്സ്ട്രാ ഫ്രീഡം ഉണ്ടായിരുന്നു. ആൻഡ് ദ ക്യാരക്ടേഴ്സ് ആർ റിയൽ ക്യാരക്ടേഴ്സ്, നമ്മളെ നാട്ടിൽ കാണുന്ന ക്യാരക്ടേഴ്സാണ്. ബട്ട് ആ ഒരു പടത്തിൽ നമ്മൾ ഒരു ഫാന്റസി പടം എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ്സ് വി ക്രിയേറ്റഡ് ദാറ്റ് വേൾഡ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക, വേണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക, അങ്ങനത്തെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ലിറ്റിൽ മോർ ഈസിയർ ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴോ കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു. വെരസ് ദ അതർ വൺ വി ഹാഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. സോ ഇൻ ദാറ്റ് സെൻസ് ക്വൈറ്റ് ഡിഫറൻസ്. ഞാനത് എല്ലാവരും ഇപ്പോൾ ഒബ്വിയസ്ലി ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ, എല്ലാവരും ഇപ്പോൾ ഒരു തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞിട്ട് അതുപോലത്തെ ഒരു പടം ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. ബട്ട് ഐ എം ടെല്ലിങ് യു നൗ ഇറ്റ്സ് ഒന്ന് ഓറഞ്ച് ആയെങ്കിൽ മറ്റേത് ആപ്പിള. ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ കണക്ഷൻ ബിറ്റ്വീൻ ടു ഫിലിംസ് ആൻഡ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫിലിംസ് ആണ്. People ask me to describe 1744 White Alto, and because of lack of any better words, ഞാൻ പറയും it's a silly film. ഭയങ്കര ഒരു സില്ലി ഒരു ഹ്യൂമർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പടമാണ്. If you really want to see, there's a lot of message in the film. പക്ഷെ അത് ഓബ്വിയസ് അല്ല. തിങ്കളാഴ്ച നിശ്ചയം വളരെ ഓബ്വിയസ് ആയിരുന്നു എന്താണ് പടം ചെയ്യുന്നത്, എന്താണ് അത് പറയുന്നത്. ഇറ്റ് വാസ് അത് കണ്ട പടം നമുക്ക് മനസ്സിലാവും ഇതാണ് പടം പറയുന്നത്. അത് ഇതിൽ നമുക്ക് കിട്ടില്ല. ബട്ട് ഇഫ് യു റിയലി വാണ്ട് ടു dig deep and see that, you will get what we are trying to say. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഒരു കോമഡി പടം അന്ന് ഐ ഹോപ്പ് സോ. ആൻഡ് പീപ്പിൾ തിങ്ക് ലൈക്ക് കുറെ ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ then we would have done our job. തിങ്കളാഴ്ച നിശ്ചയാണെങ്കിലും കുറച്ച് നല്ല തമാശകളുള്ള, നന്നായി എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലും ഈ പറഞ്ഞ പോലെ നല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്റ് കൂടിയായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സർക്കാസം ഈ ഒരു സിനിമയിലും വേരിയസ് പ്ലേസസ് ഉണ്ട്. അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. തിങ്കളാഴ്ച നിശ്ചയത്തെക്കാൾ കൂടുതലുണ്ട്. ലൈക്ക് അത് പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾ സോർട്ട് ഓഫ് camouflaged in that humor. ഹ്യൂമറാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമറിലാണ് നമ്മളെല്ലാം കാണിക്കാൻ പോകുന്നത് ഈ പടത്തിൽ.
നമ്മൾ എഴുതുമ്പോൾ വി തോട്ട് ഇറ്റ്സ് ഗുഡ് ഹ്യൂമർ. കുറച്ച് ആൾക്കാർ പടം കണ്ടിട്ടുണ്ട്, ദേ ഓൾസോ ലാഫ്റ്റ്. ഓഡിയൻസ് ആ ഹ്യൂമർ അത് കിട്ടുമോ, എല്ലാവരും പറയും എന്ത് പടമാണ് ഇതെന്ന് പറയുമോന്ന് അറിയില്ല. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് എവരിബഡി ഗെറ്റ്സ് ടു എൻജോയ് ദ ഫിലിം. സോ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ പറയാണ്, നേരത്തെ പറഞ്ഞല്ലോ അത് ഹ്യൂമറിലാണ് എന്നാലും അതിന്റെ പൊളിറ്റിക്സ് ഉണ്ടെന്ന്. ഇപ്പൊ ഈ സിനിമയിലും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോ ഇതിന്റെ ഒരു കോമഡിയുടെ ഒരു മീറ്റർ ചിലപ്പോ ഒരു നോച്ചും കൂടെ ഇത്തിരി കയറി നിൽക്കുന്നതാണ് ഈ സിനിമയിലെ ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാണുന്നവരാണ് പറയണ്ടല്ലേ കോമഡി ആണോ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സോർട്ട് ഓഫ് ഈ കോമഡി പടം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാനും ഭയങ്കര പേടി. എന്താ പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്ന ഒരു കോമഡിക്ക് ഞാൻ ചിരിക്കാറില്ല. ഇറ്റ്സ് ആൻഡ് വൈസ് വർസ. It's just we have complete different sense of humor, സോ അത് അങ്ങനെയാണ് തന്നെ അല്ലേ പടം കാണുമ്പോഴും. തിങ്കളാഴ്ച നിശ്ചയം കണ്ടിട്ട് ചിരിക്കാതെ കുറെ ആൾക്കാരും ഉണ്ടാവും. ബട്ട് തിങ്കളാഴ്ച നിശ്ചയം കുറച്ചും കൂടി സേഫ് ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ദാറ്റ് ഹ്യൂമർ. ആൻഡ് ദാറ്റ്സ് വെരി റിലേറ്റബിൾ. ഒരു ഫാമിലി ഡൈനാമിക്സ്, അങ്ങനത്തെ ഒരു അമ്മായി അമ്മാവൻ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല 1744 വൈറ്റ് ആൾട്ടോ. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് സ്പേസ് ഓൾ ടുഗദർ. സോ ആ ഒരു കണക്ഷൻ ആൾക്കാർക്ക് കിട്ടുമോ എന്ന് അറിയില്ല എനിക്ക്. വി ആർ ഹോപ്പിംഗ് ദാറ്റ് ദെൽ ഗെറ്റ് ഇറ്റ്. നിങ്ങൾ തമ്മിലൊരു ഈ പറയുന്ന ഒരു സ്വഭാവം, രണ്ട് രീതിയിലുള്ള തമാശകൾക്ക് ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോ തിങ്കളാഴ്ച നിശ്ചയം എങ്ങനെ നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു സ്ക്രീൻ പ്ലേ വർക്കായി ഉണ്ടാവുക? അതെന്തെങ്കിലും മോശം ഹ്യൂമർ ഉണ്ടെങ്കിൽ അത് അവൻ എഴുതിയതാ. അത് കുറച്ചും കൂടി ഇന്റലിജന്റ് ഹ്യൂമർ ഒക്കെ ഞാൻ എഴുതിയതാ അല്ലേ? അപ്പൊ 1744 രണ്ടു കൂട്ടർക്കും വർക്ക് ആവണല്ലോ. ചിലതൊക്കെ ആളപ്പോ വിട്ടു തരും. അതെ, ഞാൻ പറഞ്ഞത് ശരി, നീ എടുത്ത് പറയണം. വരാനിരിക്കുന്ന കുറച്ചുകൂടി ഇന്റലിജന്റ് ഹ്യൂമർ ആയിരിക്കും. മിക്സ്ചർ ഓഫ് ബോത്ത്. ഡിപെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ. കുറച്ച് ഇന്റലിജന്റ് ക്യാരക്ടർ ഉണ്ട്, അത് ഞാൻ എഴുതി. ഡം ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ എഴുതി. ഇല്ല രണ്ടുപേരും ഒരു കൊളാബറേഷൻ. ഇൻ ജനറൽ നമ്മൾക്കൊന്ന് ഒരു സാധനം എഴുതിയ വായിക്കുമ്പോൾ നമുക്കൊരു ഏകദേശം മനസ്സിലാവും അത് വർക്കാവില്ല എന്ന്. സോ അങ്ങനെ ഒരു ഏകദേശം അത് പിടിച്ചിട്ടാണ് നമ്മൾ പോയത്. But there are some certain things which I personally don't enjoy, but a lot of people laughed. So I said, okay, then put it there. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. സോ ഇപ്പം മറ്റത് നമുക്ക് ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന അമ്മായി, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇതില് നമുക്കൊരു പോലീസ് സ്റ്റേഷൻ, പോലീസ്, കള്ളന്മാർന്ന് തോന്നുന്ന രണ്ടുപേര്, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഇവര് ശരിക്കും ഇവരുടെ ഇടയിൽ സംഭവിക്കുന്ന സർക്കാസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും സർക്കാർ റിലേറ്റഡ്, ഗവൺമെന്റ് റിലേറ്റഡ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. എല്ലാ ഏരിയ കവർ ചെയ്യുന്നുണ്ട് നമ്മളെന്ന് തോന്നുന്നു എനിക്ക്. ഐ മീൻ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എനിക്കറിയില്ല. പക്ഷെ വി ആർ ട്രൈങ് ടു സി, വി നെവർ റൈറ്റ് വിത്ത് എൻ ഇന്റൻഷൻ. നമ്മൾ ഇവരെ ടാർഗറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഒരു പടത്തിലും ഇല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആഫ്റ്റർ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ആ ഒരു ഓപ്പണിംഗ്, ആണും പെണ്ണും കാണുന്ന സീനിൽ പീപ്പിൾ തോട്ട് ദാറ്റ് വി ആർ ട്രൈങ് ടു മേക്ക് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഓബ്വിയസ്ലി നോട്ട്. നമ്മൾക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ട കഴിവുമില്ല, നമുക്ക് താല്പര്യവും ഇല്ല. ഓക്കെ, ഇറ്റ് വാസ് ജസ്റ്റ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ലൈക്ക് അങ്ങനത്തെ ഒരു ഡയലോഗ് വരുമ്പോൾ എന്തായിരിക്കും. And then later on in the second half, she also is like confused, like, yo, ഞാൻ തെറ്റ് ചെയ്തോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തത്. Because who are we to make that decision about that particular incident? ഞങ്ങൾക്ക് അതിന്റെ പറ്റി ഒന്നും അധികം അറിയില്ല. അത് ഡിസിഷൻ എടുക്കുന്നവർ അത് എടുത്തോട്ട്. സോ വി ജസ്റ്റ് തോട്ട് ലൈക്ക് അതിന്റെ ഒരു കോമഡിക് നേച്ചർ, ഒരു ഫണി സാധനം നമ്മൾ എടുത്തിട്ട് പടത്തിലിട്ടാൽ ഇറ്റ് വിൽ ബിക്കം എ ടോക്കിംഗ് പോയിന്റ്. അത്രേ ഉള്ള ആൾക്കാർ വിചാരിച്ചിട്ട് ചിരിക്കുക. അതാണ് ഈവൻച്വൽ മെജോറിറ്റി ഓഫ് ദ റെസ്പോൺസ് വാസ് everybody enjoyed that humor. Believers enjoyed the humor, non-believers also enjoyed the humor. So that is our intention. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു തമാശയായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്നുള്ള അല്ലേ. പിന്നെ റിലേറ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോലീസിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കള്ളന്റെ, നമ്മളിവര് പോലീസുകാരന്റെ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ അയാളുടെ ആ ലെവലിലേക്കല്ല നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാറ്. നമ്മൾ ഈവൻ ഈ പോലീസിനും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ എല്ലാവരിലും. കള്ളനാണെങ്കിലും കള്ളൻ എങ്ങനെ മോഷണം നടത്തി എന്നുള്ളതല്ല, അതിനുശേഷം ഇവരുടെ ഇടയിൽ അവരെല്ലാം സാധാരണക്കാരാണല്ലോ, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ പറ്റി അവരും സംസാരിക്കും. അപ്പൊ ആ ഒരു ലെവലിലേക്കൂടെയാണ് ഇത് പോകുന്നത്. And also it's when we make fun of a particular thing, it's the character that we are making fun of. നമ്മൾ അവരുടെ പ്രൊഫഷൻ അല്ല, അവിടെ എല്ലാവരും അതുപോലെയാണെന്ന് നമ്മൾ പറയുന്നില്ല. But the problem happens when people start associating with എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോഴാണ് പ്രോബ്ലം. we have no intention of that. It's just the character happens to be police and three police in the car, and that അമ്മ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ അവർക്ക് മാത്രം പറഞ്ഞ പോലെ. So obviously we have no intention of making political statement to prove a point. അതിലൊരു തമാശ ഉണ്ടെങ്കിൽ നമ്മൾ തമാശ പറയുന്നേ ഉള്ളൂ.
തിങ്കളാഴ്ച നിശ്ചയത്തിൽ കാഞ്ഞങ്ങാട് ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കഥയിൽ ത്രൂ ഔട്ട് ആ ഒരു പ്രദേശം എന്നുള്ളത്. ഇതിൽ ആൾട്ടോ ആണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. ഒരുപോലെയുള്ള കാറുകൾ രണ്ട് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ട്രേസറിൽ കാണുമ്പോൾ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്, ശരിക്കും ഈ ഒരു കാറിന്റെ പുറകെയുള്ള ഓട്ടമാണോ ഈ ഒരു സിനിമയുടെ ഒരു തീമായിട്ട് വരുന്നത്? അപ്പം അതൊരു എത്രയൊക്കെ പറഞ്ഞാലും ഇത് ഈ കാഞ്ഞങ്ങാട് ഉള്ളിൽ തന്നെ കിടന്ന് കറക്കമായിരിക്കുമല്ലോ അല്ലെ? ഇത് മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് തന്നെയാണല്ലോ ഈ മൂവി വരുന്നത് അല്ലേ? ലൊക്കേഷൻ കാഞ്ഞങ്ങാടായിരുന്നു, കാഞ്ഞങ്ങാടിന്റെ ചുറ്റായിരുന്നു. ബട്ട് ദ മൂവി ഈസ് നോട്ട് ബേസ്ഡ് ഇൻ കാഞ്ഞങ്ങാട്. അത് വേറൊരു പ്രദേശം തന്നെയാണ് കാണിക്കുന്നത്. ബട്ട് അതിന്റെ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ കഥ എഴുതി വരുമ്പോൾ നമ്മൾ ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാജ് പുറത്ത്, കാഞ്ഞങ്ങാട് കാസർഗോഡ് ഏരിയ ഹാസ് എ ഡിഫറെൻറ്റ് ടെറൈൻ അല്ലേ, വെരി ഡ്രൈ ടെറൈൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ പുല്ല് ഒരു യെല്ലോയിഷ് ആണ് ഇൻ സമ്മർ, ഭയങ്കര രസമുള്ള ഒരു യെല്ലോ ആണ്. അപ്പോൾ പുള്ളി അത് കണ്ടിട്ട് പറഞ്ഞു ലൈക്ക് വൈ കാണ്ട് വി ഷൂട്ട് ഹിയർ, ലൈക്ക് ദിസ് യെല്ലോ ഇസ് ലൈക്ക് ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ഓൺ ഫ്രെയിം ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. സോ അങ്ങനെ ആ ഒരു ടോം പിടിച്ചിട്ടാണ് നമ്മൾ പോയത് പടം. സോ മൊത്തം പടം ആ ഒരു ഡ്രൈ ലാൻഡ്സ്കേപ്പിലാണ് കാണിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മിഡ് വെസ്റ്റേൺ, അമേരിക്കൻ മിഡ് വെസ്റ്റേൺ സോർട്ട് ഓഫ് ടെറൈൻ. ആ ടെറൈൻ പിടിച്ചിട്ടാണ് നമ്മൾ ആ ലുക്ക് ആൻഡ് ഫീലാണ് നമ്മൾ പടത്തിൽ കൊടുത്തത്. അതല്ലാതെ നമ്മൾ ഈ കഥ എഴുതി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചു ലൈക്ക് വിൽ മേക്ക് ഇറ്റ് വെരി ഐസൊലേറ്റഡ് മൂവി. ഒരു ഭയങ്കര ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ടൗൺ പോലെയാണ് ആ ലുക്ക് ആൻഡ് പടത്തിന്റെ ഒരു മൂഡ്. സോ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് പ്ലേയോ അല്ല, ഇപ്പൊ ഒരു കാറ് റോഡിൽ പോകുന്നുണ്ടെങ്കിൽ ആ കാറ് മാത്രമായിരിക്കും ആ റോഡിലുള്ളത്, വേറെ ഒരു വണ്ടിയും ഇല്ല. ഇപ്പൊ രണ്ടാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിൽ ആരെങ്കിലും പാസിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. സോ ഈ ക്യാരക്ടറുകൾ മാത്രമാണ് ആ പടത്തിൽ ആ ഫ്രെയിമിൽ വരുള്ളൂ. അങ്ങനെ ആ രീതിയാണ് ഈ പടം നമ്മൾ പിടിച്ചിരിക്കുന്നത് മൊത്തത്തിൽ. ആ ഒരു ലോൺലിനെസ്, ആ ഒരു ലൈക്ക് നോ മാൻസ് ലാൻഡ്, ഒരു ആൾക്കാരൊന്നും വളരെ കുറവ് ആൾക്കാരുള്ള ഒരു പ്രദേശം, അങ്ങനത്തെ ഒരു ടോൺ, അങ്ങനത്തെ ഒരു മൂഡാണ് മൊത്തം പടത്തിലുള്ളത്. ഈ കളറിങ്ങും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത് തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന ടീം തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടൊരു വേറൊരു ട്രാക്കാണ് ഇതിൽ പോകുന്നത്. അപ്പം നമ്മൾ ടീസർ കാണുമ്പോൾ തന്നെ ഇതിന്റെ കളറിംഗ് കൊണ്ടും മ്യൂസിക് കൊണ്ടും ഭയങ്കരമായ ഒരു പ്രതീക്ഷ തരുന്ന കൂടിയുണ്ട്. അപ്പം ആ മൊത്തത്തിൽ ആ ഒരു സ്വഭാവം മാറ്റാം എന്നുള്ളൊരു ഉദ്ദേശം ഈ കഥയ്ക്ക് എത്രത്തോളം യോജിച്ചാണ്? നീ പറഞ്ഞ ഇല്ല, ബേസിക്കലി ആ കഥയുടെ അപ്രോച്ച് രണ്ടിനും ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇതിന് ഇത്തരത്തിൽ ഉള്ള ഒരു ലുക്ക് എന്തായാലും മാറ്റിപ്പിടിക്കും. കാരണം തിങ്കളാഴ്ച നിശ്ചയത്തിന് എപ്പോഴും നമ്മൾ സിനിമ എവിടെ ചെയ്യുന്നു എന്നുള്ളതും കൂടെ നോക്കിയിട്ടാണ് ഒരു പാലറ്റ് ഫിക്സ് ചെയ്യാറ്. ഇപ്പോൾ ആ വീടും പരിസരവും ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ മാച്ച് ചെയ്യുന്നത്. കാരണം നമുക്ക് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ബഡ്ജറ്റും എല്ലാം വെച്ചിട്ട് ഫുൾ ഇലകളുടെ കളർ മൊത്തം വേറെ കളറാക്കണം എന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാലറ്റിലേക്ക് എത്തും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ ചെയ്യാം എന്ന് കണ്ടപ്പോൾ കൂടുതൽ നമ്മൾ പിന്നെ അത്തരം ലൊക്കേഷൻസ് സ്പോട്ട് ചെയ്യാൻ തുടങ്ങി. എവിടേക്കാണുള്ളതെന്ന് ഓരോരോ സീനുകൾ ട്രീറ്റ് ചെയ്യാൻ മാത്രം. ചിലപ്പോൾ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാവുള്ളൂ, നമ്മൾ അവിടെ മാത്രം പോയി ഷൂട്ട് ചെയ്യും. അപ്പം അതിനുശേഷം അപ്പോൾ ആ ഒരു യെല്ലോ ഗ്രാസ് എന്നുള്ളൊരു ഇതും ബ്ലൂ സ്കൈ യെല്ലോ ഗ്രാസ് ഇത്തരം ഒരു കോമൺ ആയിട്ട് ഈ സിനിമയിൽ വരുമെന്ന് തോന്നി. അപ്പോൾ പിന്നീട് അതിനെ ബേസ് ചെയ്ത് ഒരു പാലറ്റ് ഫിക്സ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ ആ ഓറഞ്ച് ആൻഡ് ടീൽ പറയുന്ന പോലത്തെ ഒരു പാലറ്റ് വരുന്നത്. നമ്മൾ എങ്ങനെയാണോ എക്സ്റ്റീരിയറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചുള്ളത്. പിന്നെ അങ്ങനെ ആ സിനിമയ്ക്ക് ഒരു ലുക്ക് സെറ്റ് ചെയ്യുമായിരുന്നു. മ്യൂസിക് ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം നമുക്കറിയാം ഒരു റിയൽ ഒരു ആ ഏകദേശം നമുക്കറിയാം ഒരു ഇറ്റ്സ് റൂറൽ പടം, ഒരു സ്മോൾ ടൗൺ കൈൻഡ് ഓഫ്. അപ്പൊ അതിനുള്ള ഒരു മൂഡിനാണ് അതിന്റെ മ്യൂസിക്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മേക്ക് ബിലീഫ് വേൾഡ് ആണ്. സോ നമ്മൾ മുജീബിന് ബ്രീഫ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഐ ഡോ വോണ്ട് ലൈക്ക് നീ ഒരു തീം പിടിച്ചിട്ട് പടത്തിൽ പോകണ്ട. ഈച്ച് സീൻ യു ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഈസ് ആൻഡ് ക്രിയേറ്റ് എ മ്യൂസിക് ഫോർ ദാറ്റ്. പടം മൊത്തം കാണുമ്പോൾ ഒന്നും ഇങ്ങനെ അടിച്ചു നിൽക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഹാവ് ദ കൺസിസ്റ്റൻസി. അപ്പോൾ ഹി ഹസ് എക്സ്പ്ലോർഡ് ഡിഫറെന്റ് ജോൺറ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മ്യൂസിക് ഇൻ ഈച്ച് പ്ലേസസ്. ബട്ട് വെൻ വി വാച്ച് ഇറ്റ് it all comes together. So yeah, it was a very difficult job for him. നമ്മളൊരു കുറേയാണ് റിജക്ട് ചെയ്തു, വേണ്ട എന്ന് പറഞ്ഞിട്ട്. അവസാനം I think we really I think those who have seen the movie has been at least his side, people are really appreciating the work he has done. So മുജിബ് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ടാണ് രാജേഷ് മാധവന്റെയും കൂടെയുള്ള ആളുടെ ആണെങ്കിലും ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ ഈ പറയുന്ന മ്യൂസിക്കിനോടും ഒക്കെ മാച്ചായി ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം. കോസ്റ്റ്യൂം ചെയ്ത മെൽവിയാണ്. So again we gave him our brief, we told him what kind of look and feel, especially ശ്രീരാജ് ആ കളർ പാലറ്റ് ഒക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. And he also did a very good job, like obviously sense matched what we wanted to do. So അതിപ്പോ പടം കാണുമ്പോൾ lot of feedback, people are saying the look and feel of the movie, it's a special production design. Ullas and Vinod,
പോസ്റ്റേഴ്സിലാണെങ്കിൽ ആ ഒരു കളർ പാലറ്റിന്റെ ഒരു ഇതുണ്ട്. And poster ചെയ്ത് പവി ശങ്കർ, സർക്കാസം. Again, he's been a huge asset for us, very creative, coming up with ideas constantly. So we have a great team. അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. Before, I should have said that in the beginning. We are in a great position because we have a great team. So ആദ്യ സിനിമയിൽ പറഞ്ഞ പോലെ മലയാളത്തിലെ ആദ്യ സിനിമയിൽ ഈ ഒരു നോൺ സ്റ്റാർസ് ആയിട്ടുള്ള ആളുകളെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള കുറച്ചധികം മുഖങ്ങളുണ്ട്. അന്ന് രാജേഷ് മാധവൻ കാസ്റ്റ് ചെയ്ത കുറച്ച് പേരായിരുന്നു തിങ്കളാഴ്ച നിശ്ചയത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ രാജേഷ് മാധവൻ തന്നെ പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഷറഫുദ്ദീനിൽ കണ്ടു. അദ്ദേഹവും ഒരു ലീഡ് റോളിൽ വരുന്നുണ്ട്. ക്യാരക്ടേഴ്സ് സെലക്ഷൻ, കാസ്റ്റിംഗ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്? തിങ്കളാഴ്ച നിശ്ചയം വാസ് ഔട്ട് ഓഫ് നെസസിറ്റി. ഇപ്പൊ ഞാൻ ഇപ്പോൾ ശരിക്കും നോൺ ഫേസ് കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും how many people can speak Kanyangar slang? It's not possible, അല്ലേ? അപ്പോൾ ഹാഡ് ടു ഗോ വിത്ത് ദാറ്റ് മെത്തഡ്. അറിയാത്ത ആൾക്കാർ തന്നെ ആയിരുന്നു. They are all great actors. They have not been in front of the camera, they have not been seen. അത്രേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ പുതിയ ആക്ടേഴ്സ് ഒന്നും അല്ല. They have not had the chance to be in front of the camera. Whereas this movie, it doesn't have ആ ഒരു നെസസിറ്റി ഉണ്ടായിരുന്നില്ല. We could have cast anyone because language ഒരു ബാരിയർ അല്ല, ലൊക്കേഷൻ ഒരു ബാരിയർ അല്ല. So we could have, നമ്മൾ ഇത് എഴുതിയപ്പോൾ Sharaf was the only choice we had, and that was our first choice. And that's the only actor that we wanted in this movie. And we approached Sharaf, and he had seen Tinglaj Nishcham. So he was, as eager to work with us as we were. So match made in heaven. So that's set. Rajesh Madhavan, same character. When we wrote, we thought of Rajesh Madhavan and we wrote that character. Anand Manmohan, I think he's going to be the surprise package of this film, if you honestly ask me, because he's one of those guys who should have had a bigger break much earlier. And this year we have seen him in multiple movies now. I think Attention Please ilundu, ipo pinna Jaya 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 Hey ilundu. So I think this will be a breakout year for him, and immensely talented. I've been a huge fan of Nawaz Wallikunnu from Sudani days. So aduru, then we repeated some people from Tinglaj Nishcham, like these are some of my favorite actors from Tinglaj Nishcham, so I've repeated them. So yeah, and Vinci, we wanted our, when we, I think from the comedy sketch nalla njan aadiyayittu kandathu, because I didn't know, I had not seen any of her movies. So she did some comedy programs, I think, on alle. So yeah, so reality show. So from there I thought, like, she had, she was perfect for that role. So anganeyanu nammal cast cheyidathu Vinci Aloysius. Yeah, so I'm a big fan of Arya. I'm a big fan of Arya Salim. I've kanda padangalokke enakku bhayangara ishtam. So we managed to get her for a small role. അതുപോലെ തന്നെ സജിൻ, he's there in Tinglaj Nishcham. ശ്രീനാഥായിട്ട് അഭിനയിച്ചത്, the Trishur slang. One of my favorite actors, Sajin. So we casted him. So yeah, right casting എന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പടത്തിൽ. നമ്മൾ പറഞ്ഞല്ലോ ഓൾട്ടോ ഒരു പ്രധാന കഥാപാത്രമാണെന്ന്. ക്യാമറ കൊണ്ട് ഓൾട്ടോട് പുറകെ എത്ര നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും? അതിൽ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടോ കാർ ഉണ്ടാവും, അപ്പോൾ ക്യാമറ കാറിൻ്റെ കൂടെ എന്നുള്ളൊരു സംഭവം നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. കാരണം നമ്മൾ ഡ്രൈവ് സീക്വൻസ് എല്ലാം നമ്മൾ ഗ്രീൻ സ്ക്രീനിലാണ് ചെയ്തത്. കാരണം ഈ പടത്തിൻ്റെ ഒരു ലുക്കിനും പിന്നെ നമ്മുടെ ചില ഷൂട്ടിങ്ങിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ടു ഓർഡർ ഈ പറഞ്ഞ പോലെ ലൈറ്റ് അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും താല്പര്യമില്ല കാറിൽ. കാരണം കാറിൽ പക്ഷെ കുറേ നൈറ്റ് സീൻസ് വരുന്നുണ്ട്. അപ്പം ഈ നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ കാറിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കാർ ഓടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതെങ്ങനെ ചെയ്യാം എന്നുള്ള കുറച്ച് തോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ VFX ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മൾ മിക്കതും ഗ്രീൻ സ്ക്രീനിലാണ് ഡ്രൈവ് സീക്വൻസസ് ചെയ്തത്. സച്ച് എ ബ്ലെസ്സിങ്. ഭയങ്കര ചൂടായിരുന്നു. ആ നട്ടുച്ചക്കൊക്കെ പോയിട്ട് കാറുകൊണ്ട് ഔട്ട്ഡോർ പോയിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയായിരുന്നു. സോ green screen worked for our advantage. So and we have a great VFX team, Tawfiq and his team. So yeah. പണ്ട് ഇപ്പം സിനിമ ചെയ്യണമെങ്കിൽ മദ്രാസിൽ പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് എത്തണം. ഒരു സമയം കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ ചെന്നാലേ സിനിമ, കുറച്ച് നാൾ കഴിഞ്ഞ് സിനിമാ ടീമിൻ്റെ കൂടെ കൂടി സിനിമ ചെയ്യുന്നു എന്നുള്ളൊരിതായിരുന്നു. ഇത് കാഞ്ഞങ്ങാട് തന്നെ നിന്നുകൊണ്ട് ഞാൻ സിനിമ ചെയ്യും എന്നൊരു വാശിയോടെ സിനിമ ചെയ്യുന്ന absolutely no vashi. Like, I'm too lazy to leave Kanyangar. I'm comfortable there. I want to. So right now we can make movies from anywhere. കൊച്ചിയിൽ 1-2 പ്രാവശ്യം വരേണ്ടി വരും. അതല്ലാതെ തിരിച്ച് നാട്ടിൽ പോയിട്ട് പടം ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ, ടെക്നിക്കലി ആവട്ടെ, ടാലന്റ് വൈസ് ആവട്ടെ. വൈ നോട്ട്? കൊച്ചിയിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ഇനി എത്ര സിനിമകൾ കൂടി ക്യാൻവാസ് ആവാൻ പറ്റും എന്നാണ് ഇപ്പൊ എല്ലാ പടങ്ങളും കാഞ്ഞങ്ങാടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6-8 മാസത്തിൽ ഒരു
6-8 പടങ്ങൾ വന്നു. ഇപ്പോൾ വലിയ വലിയ പടങ്ങളൊക്കെ ആ ഭാഗത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത പടം ഞാൻ കാഞ്ഞങ്ങാട് ഷൂട്ട് ചെയ്യുന്നില്ല, ഞാൻ വേറെ ഏതെങ്കിലും പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകാം. എല്ലാരും ഇത് ചോദിക്കാൻ അതെ തുടങ്ങിയതുകൊണ്ടാണ്. അതെ, അങ്ങനെയല്ല. സി, വാട്ട് എവർ ഐ ക്യാൻ shoot in Kanjangad, I'll always shoot in Kanjangad. But there are certain movies I won't be able to shoot in. Those movies I'll go outside. Um, it's just that, I try to promote Kanjangad as much as possible because it's my hometown and it's nice to, promote a place which is, അത്ര ഇതുവരെ സിനിമ ഫീൽഡിൽ അത്ര ഒന്നും അറിയാത്ത ഒരു സ്ഥലമാണ്. I think now onwards I don't need to do anymore. I think the place is getting enough movies. It's a good opportunity for a lot of people. ഇല്ലെങ്കിൽ മുമ്പൊക്കെ ഈ നടന്മാർ ഇപ്പോൾ നമ്മൾ അടുത്ത കുറച്ച് കണ്ട പടങ്ങൾ ആ ഭാഗത്ത് ഷൂട്ട് ചെയ്ത പടത്തിൽ എത്രയോ നടന്മാർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് അന്ന് താൻ കേസോട് അതിൽ കുറേ ക്യാരക്ടറുകൾ. സോ ഇറ്റ്സ് അമേസിങ് ടു സീ all this talent who never had a chance to showcase their talent because the only way they could showcase their talent is to come to Cochin. And a lot of times, life has its own restrictions. അവർക്ക് അതെല്ലാം വിട്ടിട്ട് അവരുടെ നാട്ടിൽ നിന്ന് കൊച്ചി വന്നിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല ചിലപ്പോൾ. ഓബ്ലിഗേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ now they are getting that opportunity. A lot of new talents have come from Kasaragod, northern Kannur part, and it's really heartening to see that, because there's so much talent over there. So that's the only thing that I find lot more comfort in, that movies like Tinglai Chinischam and Nathan Kesukud, it created opportunities for a lot of these people who otherwise wouldn't have had that opportunity. And because of the success of these two movies, a lot more movies are happening in that part of the world. ഇപ്പം കാസ്റ്റിംഗ് കോൾ വിളിക്കുകയാണെങ്കിലും നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഒരു പ്രദേശത്ത് ചുറ്റിനുള്ളവർക്ക് പരിഗണന എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ. അപ്പം എന്നാത്താൻ കേസോടാണെങ്കിലും തല്ലുമാലയാണെങ്കിലും ഇതുപോലെ പ്രാദേശിക ഭാഷ ഒരുപാട് സംസാരിക്കുന്ന സിനിമകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പണ്ട് സംസാരിച്ചിരുന്ന കാസർഗോഡ് ഭാഷയോ ആ ഒരു സ്റ്റൈലല്ല നമ്മളിപ്പോൾ സിനിമകളിൽ കേൾക്കുന്നത്, കുറച്ചും കൂടി റിയൽ ആണ് നമുക്ക്, പക്ഷെ മനസ്സിലാവുന്നുണ്ട്. Because Kasaragod slang was comical for all people earlier. അല്ലെ, നിങ്ങളത് കോമഡി വേണം ആ സമയത്ത് മാത്രമാണ് കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്നത്. കാസർഗോഡ് ആസ് എ റീജൻ വാസ് ബേസിക്കലി യൂസ്ഡ് ടു മേക്ക് ഫൺ ഓഫ്. അല്ലെ, എല്ലാ പടങ്ങളും പണ്ട് കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ജോക്ക്, ലൈക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കാസർഗോഡിലേക്ക് അയക്കാന്നുള്ള. സോ ഇൻ റിയാലിറ്റി ദാറ്റ്സ് നോട്ട് ദ ഫാക്ട്. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും ദിസ് ലോട്ട് മോർ ടാലന്റഡ് പീപ്പിൾ ഫ്രം ദിസ് ബ്യൂട്ടി ഇൻ ദാറ്റ് ലാൻഡ് ദാറ്റ് പീപ്പിൾ ആർ എക്സ്പ്ലോറിംഗ് നൗ. ചില പടങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കാസർഗോഡാണ്, നമ്മൾ അറിഞ്ഞില്ല. So in that aspect, I think the success of these movies have helped us. But നമ്മൾ എല്ലാവരെ പോലെ തന്നെ സാധാരണ മനുഷ്യക്കാർ, സാധാരണ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. So there is no big change other than the way we speak. But then we can also laugh at, like, എനിക്ക് സദൻ കേരളത്തിൽ നിന്ന് വരുന്ന കുറേ സ്ലാങ് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ചിരിക്കാൻ തോന്നും. But we have embraced that. So same way people are embracing our way of speaking. So സെന്ന ശരിക്കും സംസാരിക്കുന്നത് ഈ പറയുന്ന കാഞ്ഞങ്ങാട് ഭാഷ. എനിക്കറിയില്ല ഏത് ഭാഷ ഞാൻ സംസാരിക്കുന്നത്, പലതിന്റെ മിക്സ്. ഐ ഡോണ്ട് സ്പീക്ക്, ഐ മീൻ ലൈക്ക് എൻ്റെ അച്ഛൻ കാഞ്ഞങ്ങാടുന്ന്, അമ്മ ഷീസ് ഫ്രം കർണാടക. എനിക്ക് കന്നഡവും മലയാളവും ബോത്ത് ഐ എം ബാഡ് അറ്റ് സംസാരിക്കുന്നതിൽ. ഐ ക്യാൻ സ്പീക്ക് ബട്ട് ഇറ്റ്സ് നോട്ട് പ്രോപ്പർ. ബട്ട് അത് ആൾക്കാർക്ക് മനസ്സിലായാൽ മതി. പിന്നെന്താണ്, ഐ മീൻ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലാംഗ്വേജ്? It's just to communicate. As long as we communicate with each other, as long as you understand what I'm saying and I understand what you're saying, I think it's good enough. So ഈ പറയുന്ന കാസർഗോഡ് ഭാഷയെ നമ്മൾ ഭയങ്കര തമാശ. കാസർഗോഡ് ഭാഷ, if you go to northern Kasaragod, it's different. അത് ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കും മനസ്സിലാവില്ല. കാസർഗോഡ് സദൺ പാർട്ട് ഓഫ് കാസർഗോഡ് ആൻഡ് നോർത്തേൺ കണ്ണൂർ, പയ്യന്നൂർ വരെ അതൊരു സ്ലാങ് ആണ്. അതാണ് നമ്മൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ പിടിച്ചിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും, ആളുകൾക്ക് മനസ്സിലാകുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ തിങ്കളാഴ്ച നിശ്ചയം ചെയ്യുന്ന സമയത്ത്. ചില സ്ഥലത്ത് ഉണ്ടായിരുന്നു, ചില വാക്കുകൾ മനസ്സിലാവില്ല എന്നാണ് നമുക്ക് അറിയായിരുന്നു, അത് മനസ്സിലാവില്ല. ബട്ട് വി വർ ഓക്കെ വിത്ത് ഇറ്റ്. നമ്മൾ വേറെ ഇപ്പൊ when I watch a Malayalam movie from, let's say, Thrissur slang or Malappuram slang or something, there are some words I don't understand. But then if the movie is good, we'll try to find out what they're trying to say. So that worry ഉണ്ടായിരുന്നില്ല നമുക്ക്. ഈ തിങ്കളാഴ്ച നിശ്ചയം ശരിക്കും മലയാളത്തിലല്ലല്ലോ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം മലയാളത്തിൽ പ്ലാൻ ചെയ്ത് പിന്നെ കന്നഡത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, പിന്നെ തിരിച്ച് മലയാളത്തിലേക്ക് വന്നു. ഫസ്റ്റ് ഒറിജിനലി വി വാണ്ടഡ് ടു ഡു ഇറ്റ് ഇൻ മലയാളം. അടുത്ത സിനിമ വീണ്ടും മലയാളത്തിൽ, ഇനി കന്നഡയിലേക്കൊരു ഇല്ല. ഇനിയെല്ലാം ഐ മീൻ ഐ വിൽ നെവർ സേ നെവർ, ബട്ട് ദി ഗോൾ ഈസ് ടു മേക്ക് മലയാളം ഫിലിംസ് ഓൺലി for as long as we can. അല്ലേ,
നിങ്ങൾ ഒരുമിച്ചുള്ള ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട് ഏതാണ്? പദ്മിനി അടുത്ത പ്രോജക്ട്. അതെ, അതിനെപ്പറ്റിയും നമുക്ക് മുന്നേ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നടത്തിയിട്ടുണ്ട്. ഷൂട്ട് വിൽ സ്റ്റാർട്ട് സം ടൈം എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്, നവംബർ. കുഞ്ചാക്കോ ബോബൻ, ചാക്കോച്ചൻ ആൻഡ് അപർണ ബാലമുരളി, ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ കാസ്റ്റ് ഫൈനലൈസ് ചെയ്തിരുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് കാസ്റ്റ്. ബാക്കിയെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ. എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് ഈസ് വെൻ വി പ്ലാൻ ടു ഷൂട്ട്. മിക്കവാറും പാലക്കാടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, ആ ഭാഗത്ത്. ദാറ്റ്സ് ദ ടെറൈൻ ദാറ്റ് വി ആർ ലുക്കിംഗ് അറ്റ്. സോ ഈ പറയുന്ന ഓൾട്ടോ നേരെ ഒരു വ്യത്യാസമുള്ള ഒരു സിനിമയായി തിങ്കളാഴ്ച നിശ്ചയിക്കുന്നത്. അതിൽ നിന്നും വ്യത്യാസമായ ഒരു പാറ്റേൺ ആണോ പത്മിനിയിലേക്ക് വരുമ്പോൾ എന്താ പ്രതീക്ഷിക്കാൻ? പദ്മിനി will be a combination of alto and തിങ്കളാഴ്ച നിശ്ചയം. അതെ, ഒരു കാറും ഉണ്ട്, ഒരു വീടും ഉണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് എൻ കമേഴ്ഷ്യൽ ഫിലിം, ഇറ്റ്സ് എൻ എന്റർടൈനർ. ദീപു ആണ് എഴുതിയത്. ദീപിന്റെ വലിയ പടം, ഐ മീൻ ദീപു became famous because of കുഞ്ഞിരാമായണം. So you can sense what kind of writing. It's a കുഞ്ഞിരാമായണം പോലത്തെ തന്നെ എഴുത്താണ്, but in a different level. So it's a funny film. It's a comedy drama. So മൊത്തത്തിലൊരു കോമഡിയാണ്, പക്ഷേ സീരിയസ് പൊളിറ്റിക്കൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് വളരെ ഒരു കമേഴ്ഷ്യൽ ഒരു കോമഡി പടമാണ്. ഇറ്റ്സ് ലൈക്ക് എ ലൈറ്റ് ഹാർട്ടഡ്, ആൾക്കാരെ ചിരിപ്പിച്ചിട്ട് സന്തോഷിപ്പിക്കാനുള്ള ഒരു പടമാണ്. അപ്പം 1744 ആൾട്ടോ വരട്ടെ, പത്മിനിയും വരട്ടെ. താങ്ക് യു സോ മച്ച്. Thank you for this opportunity. Thank you.